ഇന്ന് പ്രതിരോധ രംഗത്ത് അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാഷ്ട്രങ്ങൾക്കൊപ്പം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഇതാ ഏറ്റവും പുതുതായിട്ട് ഒരു ആണവ അന്തർവാഹിനി ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നു. അത് അടുത്ത മാസം കമ്മീഷൻ ചെയ്യും എന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് ഈ ആണവ അന്തർവാഹിനിയുടെ വിശേഷങ്ങൾ? ഈ പുതുതായിട്ട് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഓൾറെഡി അത് ട്രയൽസിലാണ്. INS അരിഹന്ത് ക്ലാസ്സിൽ വരുന്ന മൂന്നാമത്തെ ഷിപ്പാണ് INS അരിധമൻ എന്ന് പറയുന്നത്. ഈ INS അരിധമൻ്റെ പ്രത്യേകത നമ്മുടെ SSBN ക്ലാസ് എന്ന് പറയും. അതായത് സെക്കൻഡ് സ്ട്രൈക്ക് ബാലിസ്റ്റിക് ന്യൂക്ലിയർ സബ്മറൈനാണ് ഇത് അറിയപ്പെടുന്നത്. സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് പറയാൻ കാരണം നമ്മൾ ന്യൂക്ലിയർ ഒരിക്കലും നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്ക് എന്നാണ് അതിനറിയപ്പെടുന്നത്. തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്കൻഡ് സ്ട്രൈക്ക് ബാലിസ്റ്റിക് ന്യൂക്ലിയർ സബ്മറൈൻ. അതായത് ആണവ പോർമുന വഹിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന അന്തർവാഹിനി അല്ല, അങ്ങനെയല്ല. ഈ അന്തർവാഹിനിയുടെ പ്രധാനപ്പെട്ട എഞ്ചിൻ തന്നെ ഒരു ന്യൂക്ലിയർ റിയാക്ടറാണ്. അത് ശരി. ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഈ അന്തർവാഹിനിക്കകത്ത് വെക്കുമ്പോഴത്തേക്ക് ശബ്ദം തീരെ ഉണ്ടാവില്ല. മറ്റു ഡീസൽ എഞ്ചിൻ്റെയൊക്കെ നമ്മുടെ ശബ്ദം സോണാർസ് പെട്ടെന്ന് പിടിക്കും. ഇത് ഫുൾ സ്റ്റെൽത്ത് ആവണമെങ്കിൽ ഇതിനകത്ത് ഒരു ശബ്ദവും ഉണ്ടാവില്ല. അത് ശരി. നിശബ്ദമായിട്ട് ഫുള്ളി സൈലന്റ് ആയിരിക്കും. മാത്രമല്ല എത്ര മാസങ്ങൾ അപകടകാര്യമാണ്. മാത്രമല്ല എത്ര മാസം വേണമെങ്കിലും ജലത്തിനടിയിൽ കിടന്നോളും. ക്രൂവിന്റെ ഭക്ഷണവും ഓക്സിജനും മാത്രം സമയത്തിന് എത്തിച്ചുകൊണ്ടാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം മാസങ്ങളോളം വർഷങ്ങളോളം വേണമെങ്കിൽ അത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കാൻ കഴിവുള്ള ഒരു ഇതാണ് ന്യൂക്ലിയർ സബ്മറൈൻ. ഇതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള രണ്ടെണ്ണം ന്യൂക്ലിയർ സബ്മറൈൻ തന്നെയാണുള്ളത്. INS അരിഹന്ത് ക്ലാസ് തന്നെ ന്യൂക്ലിയർ സബ്മറൈൻസ് ആണ്. INS അരിഹന്ത് അതിലേക്ക് ഒരു പുതിയ മൂന്നാമത്തെ ആളാണ്. അതിനകത്ത് അത് വളരെ സാങ്കേതികമായി കുറച്ചുകൂടെ മുന്നിട്ട് സാങ്കേതികമായില്ല, വെപ്പണറി ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 4000 കിലോമീറ്റർ വരെ ശേഷിയുള്ള മിസൈലുകൾ ഘടിപ്പിക്കാൻ പറ്റിയ അന്തർവാഹിനിയാണ്. അതായത് വെള്ളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ 4000 കിലോമീറ്റർ വരെ മേളിലേക്ക് പോയി ആക്രമിക്കാൻ പറ്റുന്ന മിസൈലുകൾ ഇതിനകത്ത് ഘടിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാര്യം. ഇന്ത്യൻ സമുദ്രത്തില് ഈ ചൈനയുടെ ഒരു സാന്നിധ്യം ഭയങ്കരമായിട്ട് ഡേഞ്ചറസ്. ഈ ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഉണ്ട്. ബംഗാൾ ഉൾക്കടലിൽ മാത്രമല്ല, ഇപ്പോൾ അവർ ഹമ്പൻതോട്ട തുറമുഖം ചൈന 85% ഷെയർസ് അവർ വാങ്ങിച്ചു. അപ്പോൾ അവരുടെ കയ്യിലായി ഇത്. പിന്നെ അതേപോലെ തന്നെ ഈ ഹമ്പൻതോട്ട തുറമുഖം ശ്രീലങ്കയിൽ. അപ്പോൾ അതേപോലെ തന്നെ ഇവർക്ക് വേറൊരു ന്യൂക്ലിയർ സബ്മറൈൻ ബേ അവരുണ്ടാക്കിയിട്ടുള്ളത് ബംഗ്ലാദേശിലാണ്. INS ഷേഖ് ഹസീന എന്നുള്ള പേരിലാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെയും അവർ ബംഗ്ലാദേശിന്റെ സബ്മറൈൻസിന് വേണ്ടിയിട്ടല്ല, ചൈനയുടെ സബ്മറൈൻസിന് ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ചൈനയുടെ അന്തർവാഹിനികൾ വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ തലയ്ക്ക് മേളിൽ തന്നെ ഉണ്ടാവും. ഡെമോക്ലേസിന്റെ വാൾ. ഡെമോക്ലേസ് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കാര്യം അറിയത്തുമില്ല. കാര്യം അതെല്ലാം ന്യൂക്ലിയർ സബ്മറൈൻ കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ആ ഏരിയ വിട്ടിട്ട് ലോകം മുഴുവൻ ഒരു മിലിറ്ററി ആധിപത്യം സങ്കല്പിച്ചിട്ടാണ് ചൈന പോകുന്നത്. അപ്പം നമുക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ 2 സ്ഥലങ്ങളാണ് ശ്രീലങ്കയും ബംഗ്ലാദേശ്. അവിടെ രണ്ടിടത്തുമാണ് അവർ ഇത് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ സബ്മറൈൻ 2014 നമ്മുടെ ആദ്യത്തെ INS അരിഹന്ത് കമ്മീഷൻ ആവുന്നത്. അത് കഴിഞ്ഞ് 2024 INS അരിഹന്തിന്റെ 2ാമത്തെ വെർഷൻ കമ്മീഷൻ ആവുന്നത്. അപ്പോൾ നമ്മളിത് വളരെ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, മേക്ക് ഇൻ ഇന്ത്യ ഒരു സ്കീമിനനുസരിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളിലൊന്നും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട. മുമ്പ് നമ്മൾ റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെയാണ് സബ്മറൈൻസ് വാടകയ്ക്കും അല്ലാതെയൊക്കെ എടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ നിർത്തിയിട്ട് ഇപ്പം ഈ പുതിയ ഇതിനകത്ത് തന്നെ 70% കൂടുതൽ ഇന്ത്യൻ കോമ്പണൻസ് ആണുള്ളത്. BARC ആണ് ഇതിൻ്റെ ന്യൂക്ലിയർ റിയാക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം അവരുടെ മേൽനോട്ടത്തിലാണ്. ഇത് എവിടെയാണിത് നങ്കൂരം ഇടുക? അത് വളരെ പ്രധാനപ്പെട്ട അന്തർവാഹിനിയാണല്ലോ. അത് രഹസ്യമാണെങ്കിൽ അന്തർവാഹിനികൾ എപ്പോഴും കടലിനടിയിലാണ്. അതെ. പക്ഷേ അവിടെ നമുക്കൊരു പ്രശ്നം വരുന്നത്, ഈ കടലിനടിയിൽ നമ്മൾ നങ്കൂരം ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ പുതിയ ഇമേജറി സാറ്റലൈറ്റുകളെല്ലാം
ഇത് പിക്ക് ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പോൾ INS വർഷ എന്ന പേരിൽ നമ്മുടെ ആന്ധ്രയിൽ വിശാഖപട്ടണത്തിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ മാറിയിട്ട് ഒരു പുതിയ നേവൽ ബേസ് ഇന്ത്യ ഉണ്ടാക്കുകയാണ്. അത് ശരി. അത് കടലിനടിയിലുമാണ് കരയ്ക്കടിയിലുമാണ് എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സ്ഥാപനമേ ഉള്ളൂ. കടലിനും കരയ്ക്കും അടിയിൽ, അതായത് കടലിനടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഏകദേശം 12 സബ്മറൈൻസിന് ഡോക്ക് ചെയ്യാൻ കണക്കിനുള്ള ഒരു താവളം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. 12 അന്തർവാഹിനികൾ അവിടെ നമുക്ക് നങ്കൂരമിടാൻ പറ്റും. അതിനകത്ത് പാർക്ക് ചെയ്യാം. നങ്കൂരമിടണ്ട, അല്ല മനസ്സിലായി, പാർക്ക് ചെയ്യാം. അത് ഈ ടെക്നിക്കൽ ടേം ആണ് ഈ ഡോക്ക്, അത് പെട്ടെന്ന് മനസ്സിലാവില്ല ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഞാൻ നങ്കൂരമല്ല, ഇവർക്ക് അവിടെ ഇടാം. നങ്കൂരം എന്ന് കടലിന്റെ നടുക്കാണല്ലോ. ഇത് അങ്ങനെയല്ല, ഇത് സേഫ് ബേസ് ആയിട്ടാണ്. അതായത് ഉപഗ്രഹങ്ങൾക്കോ വേറെ ഒരു സെൻസറുകൾക്കോ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളത്തിലുമല്ല കരയിലുമല്ല അതിന്റെ അടിയിലേക്ക് തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് പോവുകയാണ്. ഇത് ലാർസൻ ആൻഡ് ടൂബ്രോ, ടാറ്റ പവർ തുടങ്ങിയ പ്രൈവറ്റ് കമ്പനികളുടെ പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. INS വർഷ എനിക്ക് തോന്നുന്ന 26 അവസാനത്തിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് നമ്മൾ ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിലും ഡിഫൻസ് രംഗത്ത് നമുക്ക് കരച്ചിലാണ് നമ്മൾ ഓരോ സെക്ഷനിലും വരുന്നത്. കാര്യം നമ്മൾ ആവശ്യമുള്ള ഓരോ സാധനങ്ങളും ഇന്ത്യക്ക് എങ്ങനെ തരാതിരിക്കാം എന്നാണ് ഓരോ രാജ്യങ്ങളും ശ്രമിച്ചിരിക്കുന്നത്. കാര്യം ഒരു 50 വർഷത്തിന് ഒരു 25 വർഷത്തിന് മുമ്പുള്ള ഇന്ത്യ അല്ല ഇന്ന് ഇന്ത്യയുടെ ഓരോ മുന്നേറ്റവും കുറയ്ക്കാൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നു. എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മുന്നേറുന്നതിന് എല്ലാവരും ഒരുമിച്ച് നിന്ന് ശ്രമിക്കുന്നുണ്ട്. അതിനെ എതിർത്തുകൊണ്ട്. അതായത് ഇടയ്ക്ക് ജർമ്മനി തന്നെ ഇന്ത്യക്ക് അവർ ലീസ് ചെയ്തിരിക്കുന്ന സബ്മറൈൻസിനുള്ള പാർട്സ് തരുന്നില്ല എന്നുള്ളൊരു പരാതി ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അവിടെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളത്, നമ്മളൊരാളെ നിന്ന് ഒരു വിമാനമോ ഒരു കപ്പലോ വാങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ പല പാർട്സും അവരുടെ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അവർ തന്നാലേ നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ വളരെ നിസ്സാരമായ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഒരു ആയുധം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. ചിലപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെയാണ് നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത് തന്നെ. ഡിഫൻസിന് മാത്രമല്ല, എല്ലാ മേഖലകളിലും. ഇതിപ്പം നമ്മൾ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്നിടത്തായാലും ശരി തന്നെ. നമ്മളെ പൈസ എല്ലാവർക്കും വേണം, പക്ഷെ ടെക്നോളജി ഒന്നും നമുക്ക് തരത്തില്ല. അപ്പം ടെക്നോളജിക്കലി നമ്മൾ കാര്യത്തിൽ റഷ്യ പോലും വരും. അല്ല, അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഒളിമ്പിക്സ് ഒരു ഓട്ട മത്സരം എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും മുന്നിൽ ഓടുന്നവനെ തോൽപ്പിക്കാനാണ് ബാക്കി എല്ലാവരും ഓടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതിനകത്ത് അതിശയമൊന്നുമില്ല, മത്സരമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓട്ടത്തിൽ നമ്മൾ മുന്നിലാണ്. കാര്യം ലോക രാജ്യങ്ങളിൽ നോക്കുമ്പോൾ ഡൈവേഴ്സിറ്റി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അമേരിക്കയും റഷ്യയുമായിട്ട് ഒരേപോലെ സൗഹാർദ്ദമുള്ള, ഒരേപോലെ ടെക്നോളജി വാങ്ങിച്ചിട്ടുള്ള അപൂർവം ചില രാജ്യങ്ങളാണ് ഇന്ത്യ. അതിലൊന്നാണ് ഇന്ത്യ. പക്ഷേ അമേരിക്ക ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് ഇന്ത്യക്കെതിരായിട്ട് 7ാം കപ്പൽ പടയെ അയച്ച ഓർമ്മ നമ്മളിൽ ഉണ്ട്. മോദി ട്രംപിനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചിത്രങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അവര് പാരമ്പര്യമായിട്ട് ഒരു ആന്റി ഇന്ത്യ ചിന്താഗതിയുള്ള ഒരു രാജ്യങ്ങളാണ് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ, ഈവൻ ജർമ്മനി പോലും. അതുകൊണ്ട് ഇവിടെ നമുക്ക് സൗഹൃദ രാഷ്ട്രങ്ങളൊന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ഥലത്ത്, ഒരു ഏരിയയിൽ നമുക്ക് ഒരു സൗഹൃദം ഇല്ലാത്തവരുടെ ഇടയിൽ നമ്മൾ മുന്നേറുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എഗെയിൻസ്റ്റ് ആൾ വോട്ട്സ് എന്ന് പറയും. എല്ലാവർക്കും എതിരെ നമ്മൾ മുന്നോട്ട് വേണം പോകാൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഏറ്റവും വലിയ താവളങ്ങൾ 2 ഇതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പോലുള്ള 2 താവളങ്ങൾ ആൾറെഡി ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും വന്നു കഴിഞ്ഞു. അപ്പം നമുക്കത് നമ്മളിതൊന്നും സന്തോഷം. ഇത് 3.25 ബില്യൺ അമേരിക്കൻ ഡോളറാണ് നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. 3.25 ബില്യൺ ഡോളേഴ്സാണ് നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. ഇത് നമ്മളെയൊക്കെ നികുതി പണത്തിൽ നിന്ന് ചെയ്യുന്നതാണ്. അത് അവരാരും സന്തോഷത്തോടെ ചെയ്യുന്നതല്ല. ഇത്രയും പൈസ എന്തിന് കടലിൻ്റെ അടിയിൽ കുഴിച്ചിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രതിരോധ ആവശ്യത്തിന് ഇത് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളത് ചെയ്യേണ്ടി വന്നത്. ഇത്രയും കാലം ഇന്ത്യക്ക് അങ്ങനെ ഒരു കടലിനടിയിലൊരു താവളം വേണമെന്ന്, ഭൂമിക്കടിയിലൊരു താവളം വേണമെന്ന് തോന്നിയില്ല. പക്ഷേ ചൈനയുടെ ആ മുന്നേറ്റം, അമേരിക്ക എന്ന് വെച്ചാൽ നമുക്ക് ദൂരെയാണ്. ചൈനയുടെ മുന്നേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടാണ്. 10 മിനിറ്റ് കൊണ്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാന്നുള്ള ദൂരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം വളരെ അടുത്ത് 10 മിനിറ്റ് കൊണ്ട് അവർക്ക് ഇന്ത്യൻ ബേസ് അറ്റാക്ക് ചെയ്യാന്നുള്ള ദൂരമേ ഉള്ളൂ. ഷെയ്ഖ് ഹസീന, INS ഷെയ്ഖ് ഹസീന വളരെ അടുത്താണ്. 10 മിനിറ്റ് കൊണ്ട്. കാര്യം ഇതിനൊക്കെ എന്ന് വെച്ചാൽ ഒരു 45 കിലോമീറ്ററൊക്കെ
പെർ അവർ സ്പീഡുള്ളതാണ്. അപ്പം അതിനകത്തു നിന്നുള്ള ഈ അന്തർവാഹിനികൾ മാത്രമല്ല, അതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബേസുകൾ തറക്കാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മുടെ ഈ ഷേഖ് ഹസീന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വിശാഖപട്ടണം എയർബേസ്, വിശാഖപട്ടണം നേവൽ ബേസ് വളരെ ക്ലോസ് ആണ്. അപ്പോൾ ശ്രീലങ്ക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുനമ്പിൽ, കൽക്കട്ട പോർട്ടിന് വളരെ അടുത്താണ്. കൽക്കട്ട പോർട്ടിനും വളരെ അടുത്താണ്, ബോംബെ പോർട്ടിനും വളരെ അടുത്താണ്. കാര്യം അവർക്ക് അവിടെ നിന്നും ഇങ്ങനെ പോവാം. അതുമല്ല, ഒരുപാട് സീക്രട്ട് നേവൽ മിഷൻസ്, ചൈനയുടെ നേവൽ മിഷൻസ് ഹമ്പൻതോട്ടയിൽ വന്നു പോയതായിട്ട് ഇന്ത്യക്ക് അറിവുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രതിരോധിക്കാനാണ് INS വർഷ വരുന്നത്. അത് ഇന്ത്യയുടെ നാവിക ചരിത്രത്തിലെ ഒരു വലിയ നാഴികല്ലായിട്ട് മാറുന്ന ഒരു സംഭവമാണ്. ഇന്ത്യയുടെ ഈ പുതിയ ന്യൂക്ലിയർ സബ്മറൈൻ അടുത്ത ഈ 25-ന് തന്നെ കമ്മീഷൻ ചെയ്യും. K4 ടൈപ്പ് മിസൈൽസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊന്നും പറ്റത്തില്ല, ബ്രഹ്മോസ് ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റ് അഡ്വാൻസ്ഡ് മിസൈൽസ് 4000 കിലോമീറ്റർ വരെ ബാലിസ്റ്റിക് മിസൈൽസ് പറ്റില്ല. ബാലിസ്റ്റിക് മിസൈൽസ് പറ്റുന്ന രീതിയിൽ കടലിനടിയിൽ നിന്ന് വിക്ഷേപിക്കാൻ കണക്കിന് ഉള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 4ാമത്തെ വിമാനവും വരുന്നുണ്ട്, 4ാമത്തെ ഷിപ്പും വരുന്നുണ്ട്. അതും SSBN ക്ലാസ്സിൽ തന്നെയാണ്, ന്യൂക്ലിയർ സബ്മറൈൻ തന്നെയാണ്. ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല, സ്പെസിഫിക്കേഷൻ ഒന്നും പുറത്തു വന്നിട്ടില്ല. അത് ചിലപ്പോൾ ട്രയലിലായിരിക്കും, ഓൾറെഡി റെഡിയായി കഴിഞ്ഞിരിക്കും, ട്രയലിലായി കഴിഞ്ഞ് സക്സസ്ഫുൾ ആയതിനു ശേഷം അതിൻ്റെ ഒരു അനൗൺസ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 1.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അത് കമ്മീഷൻ ചെയ്യുന്നത്. അതിനകത്തുള്ള സീ ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ടെസ്റ്റിംഗ് പോലെ പെട്ടെന്ന് നടക്കുന്നതല്ല, മാസങ്ങളോളം വർഷങ്ങളോളം എടുത്തിട്ടാണ് അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തുന്നത്. അതിനുശേഷമാണ് അവർ കമ്മീഷൻ ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യൻ നേവിയിലെ മുമ്പ് ഉള്ളതിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ നേവൽ സെക്ടറിൽ ചെയ്യുന്നു. കാര്യം നമുക്ക് കരയിലുള്ളതിനേക്കാളും കൂടുതൽ കടൽത്തീരം നമുക്കുണ്ട്. ആ കടൽത്തീരത്തിലൊന്നും ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അവിടെയൊക്കെയുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം പൈസ ഡിഫൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കാൻ നമ്മൾ നിർബന്ധിതമാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ ചലഞ്ചുകളെയും നമ്മൾ ധൈര്യപൂർവ്വം നമ്മൾ വളരെ ഡിറ്റർമിനേഷൻ ചെലവിട്ടാണെങ്കിലും വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. അതിന് മുമ്പ് അമേരിക്കയ്ക്ക് ചെയ്യുന്ന മാതിരി ഇന്ത്യയിൽ ഈ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഡിഫൻസ് ഏരിയയിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വളരെ നിസ്സാരമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ടാറ്റ പോലുള്ള വലിയ കമ്പനികളെ അവരെയൊക്കെ നമ്മൾ വിശ്വാസത്തിലെടുത്തേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഡിഫൻസ് കാര്യങ്ങളിൽ അവരെയും കൂടെ നമ്മൾ വിശ്വാസത്തിലെടുത്ത് അവരുടെയും കൂടെ സാങ്കേതിക സഹകരണവും റിസോഴ്സസും ഒക്കെ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.